മലയാള സിനിമയുടെ നല്ല കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ അവിടെ കണ്ടത് തീവ്രവാദം, ലഹരി, ഒരു ചീഞ്ഞ രാഷ്ട്രീയം, ഇതൊക്കെ അവിടെ കണ്ടത്. തുടക്കത്തിൽ 1-2 സീനുകൾ എൻ്റെ മക്കളിരുന്ന് കാണുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ബാക്കിലിരുന്ന് വിഷമിച്ചു പോയി, സത്യം പറഞ്ഞു. ഇതൊക്കെയാണോ എൻ്റെ 2 ആൺമക്കളെയും കൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് വന്നത്? ഇതാണോ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അവൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ വന്നത്. മോഹൻലാലിൻ്റെ നല്ല സിനിമകൾ കണ്ട്, കിലുക്കം, ചിത്രം, എന്ത് നല്ല സിനിമകൾ. ഒരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. അത് ഞങ്ങൾ തിയേറ്റർ നിറഞ്ഞിരുന്ന് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം കണ്ട് ആരെങ്കിലും ഒരിക്കൽ കൂടെ ഈ സിനിമ കാണുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. എന്നെ പോലെയുള്ള അമ്മമാരും കുടുംബിനികളും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 മണിക്കൂർ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, സമയം പോയത് അറിഞ്ഞില്ല. കൊള്ളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മലയാള സിനിമയുടെ നല്ല കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ അവിടെ കണ്ടത് തീവ്രവാദം, ലഹരി, പിന്നെ ഒരു ചീഞ്ഞ രാഷ്ട്രീയം, ഇതൊക്കെ അവിടെ കണ്ടത്. എൻ്റെ മക്കളെ കൊണ്ടിരുത്തി കാണാൻ എനിക്ക് ആ തുടക്കത്തിൽ 1-2 സീനുകൾ എൻ്റെ മക്കളിരുന്ന് കാണുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ബാക്കിലിരുന്ന് വിഷമിച്ചു പോയി, സത്യം പറഞ്ഞാൽ. ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നല്ല കഥകൾ, നല്ല ആശയങ്ങളും പറഞ്ഞു കൊടുക്കട്ടെ. ഈ വെടിവെപ്പും ഈ ഹെലികോപ്റ്റർ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് പിള്ളേർക്ക്? ഇത് നല്ല വിഷമത്തോടെ ഞാൻ പറയുന്നത്. അതെ, രാഷ്ട്രീയം, മയക്കുമരുന്ന്, ഇതൊക്കെയാണോ എൻ്റെ 2 ആൺമക്കളെയും കൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് വന്നത്? ഇതാണോ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അവൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ വന്നത്. ഇതൊന്നും അല്ല സിനിമ. മോഹൻലാലിൻ്റെ നല്ല സിനിമകൾ കണ്ട്, കിലുക്കം, ചിത്രം, എന്ത് നല്ല സിനിമകൾ. ഒരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. അത് ഞങ്ങൾ തിയേറ്റർ നിറഞ്ഞിരുന്ന് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം കണ്ട് ആരെങ്കിലും ഒരിക്കൽ കൂടെ ഈ സിനിമ കാണുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. എന്നെ പോലെയുള്ള അമ്മമാരും കുടുംബിനികളും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സത്യമായിട്ടും. എനിക്ക് ആദ്യത്തെ സീനിൽ 1-2 സീൻ എൻ്റെ ആ മക്കളിരുന്ന് കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ഞാൻ എണീറ്റ് പോകാൻ വരെ നോക്കി. എനിക്ക് നല്ല നെഞ്ച് വേദന വരെ എടുത്തു ആദ്യത്തെ ഫസ്റ്റ് പാർട്ട്. നല്ല വിഷമമുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല സിനിമ കാണിക്കേണ്ട സമൂഹത്തിൽ. നല്ല സന്ദേശങ്ങളാണ് കൊടുക്കേണ്ട സിനിമ. വരട്ടെ, വളരെ നന്ദി. നല്ല സിനിമ. അവസാനം പക്ഷേ ക്ലൈമാക്സ് കൊള്ളൂലായിരുന്നു. ക്ലൈമാക്സിന് മുന്നേ ഒരു 15 മിനിറ്റ് മുന്നേ നിർത്തായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടു. എല്ലായിട്ടും കൊള്ളാം, അടിപൊളിയാണ്. പൃഥ്വിരാജ് പ്രതീക്ഷ എത്ര ഉണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ബട്ട് കഥ കൊള്ളാം. അത് സിനിമ കൊള്ളാം, പക്ഷേ നമ്മൾ കണ്ടുകൊണ്ട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. പക്ഷേ ഈ വയലൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുകയല്ലേ. വയലൻസ് ഇത്രയും വേണ്ടായിരുന്നു. നമുക്ക് വയലൻസ് മാക്സിമം കുറയ്ക്കണമെന്നാണല്ലോ പൊതുവിൽ നമ്മൾ ഇതൊക്കെ കണ്ട് ആളുകൾ ഇങ്ങനെ എതിരപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് കുറയ്ക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ മറ്റേ രാഷ്ട്രീയത്തിൽ പിന്നെ എല്ലാവരും ടച്ച് ചെയ്യുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ചുകൂടി ഒരു മെസ്സേജ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവനൊന്നും കാണാനില്ല, മെസ്സേജൊന്നുമില്ല. ലാലേട്ടൻ അടിപൊളിയല്ലേ, അദ്ദേഹം നല്ല സൂപ്പറാണല്ലോ. അത് പൃഥ്വിരാജ്, ആക്ടേഴ്സ് എല്ലാം ഓക്കെ. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. നൈസായിരുന്നു പടം. ലാലേട്ടൻ അടിപൊളി, ഒരു രക്ഷയില്ല. മൂവി അടിപൊളി, ഒരു ലാഗിങ്ങും ഇല്ല, അടിപൊളിയായിരുന്നു. 3 മണിക്കൂർ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, സമയം പോയത് അറിഞ്ഞില്ല. കൊള്ളായിരുന്നു. പക്ഷെ ഒരു ഇംഗ്ലീഷ് ഫിലിമിൻ്റെ പോലെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. പടം നല്ലായിരുന്നു.